പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, വായനശാല പ്രവർത്തകരെ, എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇന്ന് രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഭാരതം സ്വതന്ത്രമാകുന്നതിനും ഒരു 16 വർഷങ്ങൾക്ക് മുമ്പ് 1931 സ്ഥാപിതമായിട്ടുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 15 ഒരുപാട് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ പതാക ഉയർത്തിയതും നിങ്ങളൊക്കെ വസ്ത്രത്തിൽ ത്രിവർണ്ണ പതാക അണിഞ്ഞിട്ടുള്ളതും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സവിശേഷത 6000 മൈലുകൾക്കപ്പുറത്ത് നിന്ന് കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്തെത്തി ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി ഭരണം നടത്തിയ, ലോകത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ ആട്ടിയോടിച്ച് അവരുടെ മേൽ വിജയം നേടിയ ദിവസമാണ് ആഗസ്റ്റ് 15. മറ്റൊരു സവിശേഷത എനിക്ക് തോന്നുന്നു, ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രമായ ഡൽഹിയിലെ യമുനാ നദിയുടെ തീരത്ത് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച ചെങ്കോട്ടയിലെ കൊടിമരത്തിൽ അടിമത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും പ്രതീകമായി 199 വർഷം പാറിക്കളിച്ച ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് താഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിയ ദിവസമാണ് ആഗസ്റ്റ് 15. ഞാൻ ഈ അവസരത്തിൽ നെഹ്റുവിന്റെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലി അഭിസംബോധന ചെയ്തുകൊണ്ട് നെഹ്റു പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് വിധിയുമായി നാം ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ കരാർ പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായി നടപ്പിലാക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. പാതിരാവിന്റെ തലോടലേറ്റ് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൂടെ ഒന്ന് ചെറുതായി കണ്ണോടിക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് ഗംഗാരേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും 1947 ഓഗസ്റ്റ് 15 ശേഷം ജനിച്ചിട്ടുള്ളവരാണ് എന്ന്. അതായത് അസ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകളില്ലാത്തൊരു ലോകത്തേക്ക് സർവതന്ത്ര സ്വതന്ത്രരായി പിറന്നു വീണവരാണ്. അതുകൊണ്ട് തന്നെ അസ്വാതന്ത്ര്യം എന്താണ് എന്ന് അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളും ഞാനും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ദാനമായി നമ്മുടെ കൈകളിൽ വെച്ച് തന്നതല്ല. ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെ, പോരാട്ടത്തിന്റെ, സഹനത്തിന്റെ കഥയുണ്ട്. അതിനെപ്പറ്റി ചെറുതായെങ്കിലും മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ലോകത്തെവിടെയൊക്കെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനിയായിരുന്നു. ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ പോരാട്ടം, ലൂസിഫർ വാഴ്ചക്കെതിരെ ചൈനീസ് ജനത നടത്തിയ പോരാട്ടം, സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ റഷ്യൻ ജനത നടത്തിയ പോരാട്ടം, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ പോരാട്ടം, ഇതൊക്കെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങളാണ്. 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് മുതൽ തുടങ്ങുന്നു ഇന്ത്യ രാജ്യത്തേക്കുള്ള വൈദേശിക ശക്തികളുടെ അധിനിവേശത്തിന്റെ കഥ. പിന്നീട് ഫ്രഞ്ചുകാരും അറബികളും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ തന്നെ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്തേക്ക് കടന്നുവന്നുവെങ്കിലും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഇന്ത്യൻ ജനതയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി ഭരണം നടത്തുവാനുള്ള അവസരം സാധ്യമാക്കിയെടുത്തത് ബ്രിട്ടീഷ് സാമ്രാജ്യം മാത്രമായിരുന്നു. എവിടെയായിരുന്നു അവരുടെ തുടക്കം? 424 സംവത്സരങ്ങൾക്കപ്പുറത്ത് 1600 ഓഗസ്റ്റ് 24 ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ സന്ദേശവുമായി ക്യാപ്റ്റൻ ഹോക്കിൻസ് ബോംബെക്ക് വടക്കുള്ള സൂററ്റ് തുറമുഖത്ത് കപ്പലിറങ്ങുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്നനും പ്രതാപശാലിയുമായിരുന്ന ഭരണാധികാരി മുഗൾ സാമ്രാജ്യത്തിലെ ജഹാംഗീർ ചക്രവർത്തി എല്ലാവിധ സുഖ സൌകര്യങ്ങളും നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു.
ഒപ്പം താമസിക്കുവാൻ സുന്ദരിയായ അർബേനിയക്കാരിയായ ഒരു ക്രിസ്ത്യൻ യുവതിയെയും സമ്മാനിക്കുന്നു. 50 കഴിഞ്ഞ ഹോക്കിൻസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അവിടെ തുടങ്ങുന്നു ഈ രാജ്യത്തെ ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ ആരംഭം. ആ കച്ചവടം ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കടത്തുന്നതിലും ഈ രാജ്യത്തെ ജനങ്ങളെ തങ്ങളുടെ അടിമകളാക്കി ഭരണം നടത്തുന്നതിലും എത്തിച്ചു. എന്നാൽ ആദ്യമൊക്കെ ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് ഭരണകൂടവുമായി സഹകരിച്ച് നീങ്ങിയെങ്കിലും 1857 മെയ് മാസം മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജാൻസി റാണിയും നാനാ സാഹിബും താന്തിയ തോപ്പിയും ബഹദൂർ ഷായും നേതൃത്വം കൊടുത്ത ആ സമരം, ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹളയായി ചിത്രീകരിച്ച ആ സമരം പരാജയപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണ് എന്നൊരു ബോധം ഈ രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ആ സമരത്തിന് കഴിഞ്ഞു. പിന്നീട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്നെങ്കിലും അതിലേറ്റവും സുപ്രധാനമായതും ലക്ഷ്യം കണ്ടതും മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത നടത്തിയ പോരാട്ടം തന്നെയായിരുന്നു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികളുടെ സേവനങ്ങളെ നമുക്ക് ചെറുതായി കാണുവാൻ സാധ്യമല്ല. ഈ അവസരത്തിൽ ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയെപ്പറ്റി നിങ്ങളോട് 2 വാക്ക് പറയാതെ കടന്നുപോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ച സംഭവമായിരുന്നു പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നിരായുധരും നിരപരാധികളുമായ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഒന്ന് ഓടി രക്ഷപ്പെടുവാൻ പോലും കഴിയാതെ പിടഞ്ഞു വീണ് മരിച്ചത്. ആ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം വെള്ള പൈജാമയും കുർത്തയും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിലെത്തുന്നു. തലേ ദിവസത്തെ കൂട്ടക്കൊലയുടെ അവശിഷ്ടമെന്നോണം അവിടെ കൂട്ടിയിരിക്കുന്ന ശവക്കൂനകളിലേക്ക് കുറെ നേരം നോക്കി നിന്ന ശേഷം അവിടെ നിന്നും ഒരു പിടി രക്തം പുരണ്ട മണ്ണ് വാരിയെടുത്തുകൊണ്ട് ശപഥം ചെയ്യുന്നു, ഞാനിതിന് പ്രതികാരം ചെയ്യും. അന്ന് വീട്ടിലെത്തിയ ചെറുപ്പക്കാരൻ ഒരു പീഠത്തിൽ വെളുത്ത തുണി വിരിച്ച് തന്റെ കയ്യിലുള്ള രക്തം പുരണ്ട മണ്ണവിടെ വെക്കുന്നു, അതിന് വിളക്ക് കത്തിച്ച് വെക്കുന്നു, പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. തന്റെ ഇളയ സഹോദരിയെ വിളിച്ചു പറയുന്നു, ഇതിന് ദിവസവും പുഷ്പങ്ങൾ അർപ്പിക്കണം, വിളക്ക് കത്തിച്ച് വെക്കണമെന്ന്. അന്ന് പഞ്ചാബ് നാഷണൽ കോളേജിൽ പഠിക്കുകയായിരുന്ന ഭഗത് സിംഗ് എന്ന വിദ്യാർത്ഥി കോളേജ് വിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളയിലേക്ക് എടുത്തിയാടി. അക്കാലത്തേതൊരു സ്വാതന്ത്ര്യദാഹിയെയും പോലെ ഭഗത് സിംഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് എത്തിയത്. എന്നാൽ ഏറെ താമസിയാതെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു, മഹാത്മജിയുടെ നിസ്സഹരണ പ്രസ്ഥാനവും നിയമലംഘന പ്രസ്ഥാനവുമൊന്നും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ പര്യാപ്തമല്ല, അതിന് കുറച്ചുകൂടി തീവ്രമായ സമരപരിപാടികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നുവെന്ന്. അത് മനസ്സിലാക്കിയ ഭഗത് സിംഗ് കോൺഗ്രസ് വിട്ട് പുറത്തു വരുന്നു. തന്റെ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകുന്നു. അതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് വന്ധ്യവയോധികനായ പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജ്പത് റായ് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. ഭഗത് സിംഗും സുഹൃത്തുക്കളും തീരുമാനിച്ചു, ലാലാജിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണം. ലാലാജിയുടെ മരണത്തിന് ഉത്തരവാദിയായ ലാലാജിയെ ക്രൂരമായി മർദ്ദിച്ച സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കണം. അതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. ഒരു ദിവസം രാവിലെ കൃത്യം 9 മണിക്ക് തന്റെ ഔദ്യോഗിക ബംഗ്ലാവിൽ നിന്നും ചുവന്ന എൻഫീൽഡ് ബുള്ളറ്റിൽ പുറത്തിറങ്ങിയ സാൻഡേഴ്സനെ ഗേറ്റിന് പിന്നിൽ മറഞ്ഞിരുന്നുകൊണ്ട് ഭഗത് സിംഗും സുഹൃത്തുക്കളും വെടിവെച്ച് വീഴ്ത്തുന്നു. അവിടെ നിന്നും ഭഗത് സിംഗ് ഓടി രക്ഷപ്പെട്ടെങ്കിലും ദിവസങ്ങൾക്കകം പോലീസിന്റെ പിടിയിലാകുന്നു. പിന്നീട് ജയിൽ ചാടുന്നു, പാർലമെന്റിന് ബോംബെറിയുന്നു. അങ്ങനെ നിരവധി കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് 1930 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു 23, 24 വയസ്സുണ്ടായിരുന്ന 3 ചെറുപ്പക്കാരെ തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന കുറ്റത്തിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നു. മാർച്ച് 24 ഭഗത് സിംഗിനെയും സുഹൃത്തുക്കളെയും തൂക്കിലേറ്റാൻ വിധിച്ചിരുന്നത് എങ്കിലും സമർത്ഥരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു ആളുകൾ സംഘടിക്കുമെന്നും അവരുടെ മൃതശരീരങ്ങൾ ആവശ്യപ്പെടുമെന്നും. അത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണകൂടം 23 രാത്രി തന്നെ കൃത്യം നിർവഹിച്ചുകൊണ്ട് 3 പട്ടാള ട്രക്കുകളിലാക്കി 3 ചെറുപ്പക്കാരുടെ മൃതശരീരങ്ങൾ സത്ലജ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ, നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ബ്രിട്ടീഷുകാരുടെ കൊലക്കയറിലേക്ക് പോയിട്ടുണ്ട്. രാമപ്രസാദ് ബിസ്മിൽ എന്ന ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ തൂക്കിലേറ്റാൻ ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിച്ചു. അതിന്റെ തലേദിവസമാണ് തന്റെ പ്രിയപ്പെട്ട മകനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി രാംപ്രസാദിന്റെ അമ്മ ജയിലിലെത്തുന്നത്.
അമ്മയെ കണ്ടപ്പോൾ മകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷെ ആ അമ്മ മകന്റെ കൂടെ കരഞ്ഞില്ല. അമ്മ പറഞ്ഞു, മകന്റെ നിന്റെ കണ്ണുനീര് കാണുവാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ മകന്റെ പേര് കേൾക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും ഞെട്ടിവിറയ്ക്കുന്നു. അങ്ങനെയുള്ള ധീരനായ ഒരു മകന് ജന്മം നൽകിയെന്ന അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതുപോലുള്ള ഒരുപാട് അമ്മമാർ, ഒരുപാട് ചെറുപ്പക്കാർ ഈ രാജ്യത്തുണ്ടായിരുന്നു. അവരൊക്കെ ജീവിതം കൊടുത്തിട്ടാണ് ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നമ്മൾ നടത്തിയ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും നിർണായകമായ സമരമായിരുന്നു 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 അർദ്ധരാത്രി ബോംബെയിൽ ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. മഹാത്മജി പറഞ്ഞു, എനിക്കിപ്പോൾ സ്വാതന്ത്ര്യം വേണം. പറ്റുമെങ്കിൽ അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. അതിന് ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരുന്നു. അതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ഇന്ന് നിങ്ങളിത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കടന്നു വരുമ്പോൾ അത് കാണുവാൻ നിങ്ങളും ഞാനും ഉണ്ടാവില്ല എന്നാണ് മഹാത്മജി പറഞ്ഞത്. പക്ഷെ നേരം വെളുക്കുമ്പോഴേക്കും മഹാത്മജിക്ക് കിട്ടിയത് സ്വാതന്ത്ര്യമല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി കൽത്തുറുങ്കിലടച്ചു. അത്രയും കാലം മഹാത്മജിയെ ബ്രിട്ടീഷുകാർ അടച്ചിരുന്നത് യർവാദ ജയിലിലായിരുന്നെങ്കിൽ ഇത്തവണ കൊണ്ടുപോയി ആഖാഖാൻ കൊട്ടാരത്തിലാണ് അടച്ചത്. പക്ഷേ 22 കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഹാത്മജി ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ അടുത്ത 21 ദിവസം നിരാഹാരമെടുക്കാൻ പോവുകയാണ്. അത് ബ്രിട്ടീഷുകാരിൽ ആ തീരുമാനം ഞെട്ടലുളവാക്കി. മഹാത്മജി തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോയി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, മഹാത്മജിക്ക് അങ്ങനെ നിരാഹാരമെടുത്തുകൊണ്ട് മരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. ആഖാഖാൻ കൊട്ടാരത്തിൽ അധികാരികൾ ആരും അറിയാതെ മഹാത്മജി മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി 2 ഹിന്ദു ബ്രാഹ്മണന്മാരെ വരെ ഇരുട്ടിന്റെ മറവിൽ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. മാത്രമല്ല, അത് കഴിഞ്ഞാൽ ദഹിപ്പിക്കുവാനുള്ള ചന്ദനമുട്ടികൾ വരെ വളരെ രഹസ്യമായി ആ കൊട്ടാരത്തിൽ എത്തിച്ചു. പക്ഷെ അത്ഭുതകരമായി ആ 21 ദിവസം തരണം ചെയ്തുകൊണ്ട് മഹാത്മജി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ആ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലാണ് നമുക്കറിയാം ആഹ്വാനം വന്ന് പിറ്റേ ദിവസം തന്നെ അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചുകൊണ്ട്, ഡോക്ടർമാർ ആശുപത്രികൾ ബഹിഷ്കരിച്ചുകൊണ്ട്, അധ്യാപകരും വിദ്യാർത്ഥികളും കലാലയങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങി. അന്നാണ് കോഴിക്കോട്ട് ഗുജറാത്തി വിദ്യാലയത്തിലെ മുറ്റത്തെ കൊടിമരത്തിൽ ഒരു കുട്ടി ഓടിക്കയറി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. ആ കുട്ടിയെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ച് വീഴ്ത്തി. ആ ഗുജറാത്തി വിദ്യാലയത്തിന്റെ മുറ്റത്ത് പിടഞ്ഞു വീണ് മരിച്ച സംഭവം വരെയുണ്ടായി. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവൻ നൽകി നേടിയെടുത്തിട്ടുള്ളതാണ് നിങ്ങളും ഞാനും ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. നമുക്കറിയാം, വൈവിധ്യങ്ങളുടെ നാടാണ് ഭാരതം. വിവിധ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകൾ ജീവിക്കുന്ന രാജ്യം, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന രാജ്യം, വിവിധ വേഷങ്ങൾ ധരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന രാജ്യം, വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ജീവിക്കുന്ന രാജ്യം. ഇതൊക്കെയാണെങ്കിലും നിങ്ങളെയും എന്നെയും ഒന്നിപ്പിച്ചു നിർത്തുന്നത് നിങ്ങളും ഞാനും ഭാരതീയരാണ് എന്നൊരു ബോധമാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതിലല്ല, ഞാനൊരു ഭാരതീയനാണ് എന്നതിലാണ് നിങ്ങളും ഞാനും അഭിമാനം കൊള്ളേണ്ടത്. ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഭാരതം. ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ആത്മധൈര്യവുമുള്ള 100 പേരുണ്ടായാൽ മതി, ഈ ലോകമാകെ മാറ്റിമറിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആത്മീയാചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുഖത്ത് നോക്കി ഇന്ത്യ രാജ്യത്തെ നിങ്ങൾ വിലക്ക് നൽകുമെങ്കിൽ എന്റെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ എണ്ണി തന്നുകൊണ്ട് ഈ രാജ്യത്തെ വിലക്കെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മോട്ടിലാൽ നെഹ്റുവിനെ പോലുള്ള ദേശീയ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ജനങ്ങൾ കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഈ മണ്ണിൽ കുഴിച്ചു മൂടുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്ത് അവസാന ശ്വാസം വരെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി പോർക്കളത്തിൽ ധീരമൃത്യു വരിച്ച ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പോലുള്ള ധീരവനിതകൾ നമുക്കുണ്ടായിരുന്നു. ഞങ്ങൾ മാതൃഭൂമിക്ക് വേണ്ടി ജീവിച്ചു, മാതൃഭൂമിക്ക് വേണ്ടി മരിക്കുന്നു. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മൃതശരീരങ്ങൾക്ക് മാതൃഭൂമിയുടെ മണ്ണിന്റെ മണമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് പുഞ്ചിരി തൂകി വെള്ളക്കാരന്റെ തൂക്കുമരത്തിലേക്ക് നടന്നുപോയ ഭഗത് സിംഗിനെ പോലുള്ള ധീരവിപ്ലവകാരികൾ നമുക്കുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുവാൻ ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.